എക്സ്പൾസിനെ കുറിച്ച് നെഗറ്റീവ്സ് ഒന്നും ഞാൻ പറയുന്നില്ല എന്ന് പരക്കിയൊരു പരാതിയുണ്ട്. ഏകദേശം 7000 കിലോമീറ്റർ ഞാൻ വണ്ടി ഉപയോഗിച്ചു. ഈ വീഡിയോ കംപ്ലീറ്റ്ലി നെഗറ്റീവ്സ് പറയാനായിട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. ഏകദേശം 5 വർഷമായിട്ട് ഹീറോ എക്സ്പൾസ് ഇറക്കുന്നുണ്ട്. ഇത്രയും കാലമായിട്ടും നല്ലൊരു ഹെഡ്ലൈറ്റ് ഡിസൈൻ ചെയ്യാൻ ഹീറോയ്ക്ക് പറ്റിയിട്ടില്ല. അതൊരു മേജർ ആയിട്ടുള്ള ഒരു ഡ്രോബാക്ക് ആണ്. പ്രീമിയം ഷോറൂംസിൽ മാത്രമേ ഇതിൻ്റെ സർവീസ് അവൈലബിൾ ആയിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇടുക്കിയിലാണ് താമസിക്കുന്നത്. എനിക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പ്രീമിയം ഷോറൂം എന്ന് പറയുന്നത് എറണാകുളത്താണ്. പ്രീമിയം ഷോറൂമിൽ അല്ലാണ്ട് തന്നെ എല്ലാ സർവീസ് നെറ്റ്വർക്കിലും ശരിക്കും ഇതിൻ്റെ ഒരു സർവീസ് അവൈലബിൾ ആയിരുന്നുവെങ്കിൽ കുറച്ചും കൂടെ പ്രോസസ്സ് ഒന്ന് ഈസിയാണ്. ഒന്ന് നമ്മൾ സേഫ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് ഫാക്ടറായിട്ടുള്ള ഒരു സംഭവം ടയറാണ്. ഈ വണ്ടി മേടിക്കുകയാണെങ്കിൽ ആദ്യം മാറ്റേണ്ട സാധനവും ടയറാണ്. ഞാനൊരു 1000 കിലോമീറ്റർ ഒക്കെ ആകുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ ടയറൊക്കെ ചേഞ്ച് ചെയ്തു. പക്ഷേ ഞാൻ ടയർ ചേഞ്ച് ചെയ്തത് എനിക്ക് ഓഫ് റോഡ് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ടയർ ചേഞ്ച് ചെയ്തത്. ബട്ടൺ ഗ്രിപ്പിലോട്ടാണ് ഞാൻ ടയർ ചേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ റോഡിൽ ഉപയോഗിക്കാനാണെങ്കിൽ പോലും ഇതിൻ്റെ ടയേഴ്സ് വേറെ ബെറ്റർ ടയേഴ്സിലോട്ട് ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർ DM ചെയ്തിരിക്കുന്ന കംപ്ലൈൻറ്റ് ABS കംപ്ലൈൻറ്റ്. ഒത്തിരി മെസ്സേജസ് വരുന്നുണ്ട്, ഒത്തിരി DMs വരുന്നുണ്ട്. എൻ്റെ ABS കംപ്ലൈൻറ്റ് ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ ABS കംപ്ലൈൻറ്റ് ആയാലും എനിക്ക് വലിയ അതിശയമൊന്നുമില്ല. കുറേ ഓഫ് റോഡ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒത്തിരി ചെളിയൊക്കെ കയറിയിട്ട് ചിലപ്പോൾ സെൻസർ എൻ്റെത് കംപ്ലൈൻറ്റ് ആയതാവാം. പക്ഷേ സ്റ്റിൽ ഒത്തിരി ആൾക്കാർ മെസ്സേജ് അയക്കുന്നതാണ് ABS കംപ്ലൈൻറ്റ്. അപ്പോൾ അതൊരു സീരിയസ് കംപ്ലൈൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാൽ ഓഫ് റോഡിൻ്റെ കേപ്പബിലിറ്റിയും കൂടിയിട്ടുണ്ട്. ഓഫ് റോഡിലൊരു വളരെ വലിയൊരു ഡ്രോബാക്ക് ഉണ്ട് ഈ വണ്ടിയിൽ. ഇതിൻ്റെ ഫുഡ് പെഗ്സ് ഭയങ്കര താഴ്ന്നിട്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റട്ടൊക്കെ എടുത്ത് പോകുന്ന സമയത്ത് ഇതിൻ്റെ ഫുഡ് പെഗ് വെച്ചിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാല് ഈ സൈഡിലുള്ള കല്ലും എല്ലാം ഇടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസും കുറവാണ്. അത് മുട്ടാനുള്ള ചാൻസസ് ഉണ്ട്. റാലി സസ്പെൻഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ റാലി സസ്പെൻഷൻ വരുമ്പോൾ അതിലോട്ട് സ്വിച്ച് ആണെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ എന്നാൽ ഈ ഇത്രയും താഴ്ന്ന ഒരു ഫുഡ് പെഗ് പൊസിഷൻ ടൂറിങ് കേപ്പബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇവരാക്കിയിട്ടുള്ളത്. അത് ഓഫ് റോഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻ നമ്മളെ കൊണ്ടെത്തിക്കും. നമ്മുടെ കാല് എന്തെങ്കിലും സാധനത്തിൽ ഡയറക്റ്റ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസും കാലൊടിഞ്ഞു പോകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലായിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ വളരെ റാഷണലായിട്ടാണ് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ കാരണം ഞാൻ ഈ വണ്ടി എടുക്കാണ്ടിരിക്കുമോ എന്ന് ചോദിച്ചാൽ ഈ വണ്ടി എന്തായാലും ഞാൻ പർച്ചേസ് ചെയ്തിരിക്കും. ഈ വണ്ടി ഞാൻ സെയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഈ വണ്ടിക്ക് ഒരു റീപ്ലേസ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇല്ല. ഇതിൻ്റെ ഈ പോരായ്മകളെല്ലാം എനിക്ക് റെക്ടിഫൈ ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഈസിയായിട്ട് എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റും. ഇനി നമ്മളൊരാൾ വണ്ടി ഉപയോഗിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ റാഷണലായിട്ട് ചിന്തിച്ചിട്ടാണോ അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം ഇങ്ങനെ നോക്കിയിട്ടാണോ നമ്മൾ വണ്ടി എടുക്കണമെന്ന് ചോദിച്ചാൽ അതുമല്ല. ഞാൻ സാധാരണ വണ്ടി എടുത്തിട്ടുള്ളത് എനിക്ക് ആദ്യം ഞാനൊരു 220 പർച്ചേസ് ചെയ്തു. ആ 220 ഞാൻ മേടിച്ചതെന്ന് പറഞ്ഞാൽ ആ വണ്ടി കണ്ടു ഇഷ്ടപ്പെട്ടു മേടിച്ചു. അതുപോലെ തന്നെ എൻ്റെ RX ഉണ്ടായിരുന്നു. RX 100 ഉണ്ടായിരുന്നു, 135 ഉണ്ടായിരുന്നു. ആ 2 വണ്ടിയും മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ ആ വണ്ടിയുടെ റൈറ്റ് ഫീലാണ് ഇഷ്ടപ്പെടുന്നത്. അതിന് റാഷണലി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കുറേ മൈലേജിൻ്റെ പ്രശ്നം ഉണ്ടാവും, മെയിൻ്റനൻസിൻ്റെ പ്രശ്നം ഉണ്ടാവും, പാർട്സ് അവൈലബിലിറ്റി പ്രശ്നം ഉണ്ടാവും. ഇതൊന്നും നോക്കിയിട്ടല്ല നമ്മൾ ഒരു വണ്ടി മേടിക്കുക. ഇങ്ങനെയുള്ള കണ്ടീഷൻസ് ഇപ്പം ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് ആയിരുന്നാലും ജസ്റ്റ് ഒന്ന് നമ്മൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. വണ്ടി മേടിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് റെക്ടിഫൈ ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റും. വണ്ടി മേടിക്കാൻ പോകുന്നവർ കുഴപ്പമൊന്നുമില്ല, നമുക്ക് വണ്ടി മേടിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാൻ പോയി.